ഹേ ഓൾ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു കല്യാണത്തിന് വേണ്ടി പോവുകയാണ്. കല്യാണം വേറെ എവിടെയല്ല, മലപ്പുറം ഭാഗത്താണ് കല്യാണം. അപ്പോൾ കല്യാണം ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ വൈകിട്ടാണ് പോകുന്നത്. എവിടെ വെച്ചിട്ടാ മലപ്പുറത്ത് എത്തണം. ഇനി ബെഡും പുതപ്പും എല്ലാം റെഡിയാക്കി പോകുമ്പോഴേക്കും നേരെ എത്ര വെച്ചിട്ടാ. ഇന്നാണെന്നുണ്ടെങ്കിൽ ഉമ്മയും വരുന്ന ദിവസമാണ്. ഒക്കെ പാടന്ന് തിരക്ക് പിടിച്ച ദിവസം. കല്യാണത്തിനാണെന്ന് വെച്ചാൽ പോകാതിരിക്കാൻ പറ്റൂല. കാരണം നമ്മുടെ എല്ലാ പരിപാടിക്കും ഒരു ബൈക്കുമോ വന്ന് കൂടുതലുണ്ടാകുന്ന ആൾക്കാരാണ്. ഗോൾഡൊക്കെ വാങ്ങണം വിചാരിച്ചാണ്, പക്ഷെ രാവിലെ കുറച്ച് പണികളുള്ളതുകൊണ്ട് ഒന്നും നടന്നില്ല. നേരം വൈകി. പിന്നെ ഒന്ന് ഒരുങ്ങി വരണമെങ്കിലും സമയം പിടിച്ച്. അപ്പോൾ നമ്മൾ തന്നെ നേരം വൈകിട്ടാണ് പോകുന്നത്. വൈകുന്നേരം 6:30-7 മണിയാകുമ്പോഴേക്കും ഉമ്മ ഇറങ്ങും. അപ്പോൾ ഉമ്മാനെ കൊണ്ടുവരാനും പോകണം റെയിൽവേ സ്റ്റേഷനിലോട്ട്. ഉമ്മ ഏകദേശം ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്താനായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നുമല്ല, 93 കിലോ ഉണ്ടായിരുന്നു ഞാനൊരു 24 ദിവസം മുന്നേ വരെ. അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. കറക്റ്റ് 93 കിലോനായിരുന്നു. ഇന്ന് അൽഹംദുലില്ലാ വെറും 24 ദിവസം കൊണ്ട് 7 കിലോ കുറച്ച് ഞാൻ. അതും ഹെൽത്തി ആയിട്ട് ഞാൻ 7 കിലോ കുറച്ചു. അതായത് ഇന്ന് 86 പോയിന്റ് സംതിങ് ഉള്ളൂ. 86ലേക്ക് എത്തിൻ്റെ വെയിറ്റ്. ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷം. ഇത് മുടിയൊന്നും ചീവിയില്ല ലേഹൻ്റെ. ഞാൻ എൻ്റെ ഒരു പ്ലാൻ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു എൻ്റെ ഹൈറ്റിനുള്ളൊരു വെയിറ്റ് ഞാൻ ആക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല. നല്ല ഭക്ഷണം കഴിച്ച് എല്ലാം നല്ല പ്രോട്ടീൻ കഴിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വെയിറ്റിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനിയും ഒരു 7 കിലോ പാടെ കുറക്കാൻ വേണ്ടി പോവുകയാണ്. മിനിമം ഒരു 78-79 കിലോയിലേക്ക് ആക്കണം. 93 കിലോന്ന്. അങ്ങനെ എന്താണ് തുടങ്ങിയല്ലോ ഈ സാധനം. അപ്പൊ ഗൈസ്, അതൊക്കെയാണ് കാര്യങ്ങൾ. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പോകുമ്പോ പറയാം. എന്റെ വെയിറ്റ് എത്ര ഉണ്ട്? ഈ ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലോ. കണ്ടപ്പോ ഈ എത്ര കുറഞ്ഞിട്ടുണ്ടാവും വിചാരിച്ച്? ഞാൻ 1 മാസം കഴിഞ്ഞിട്ട് തൂക്കാന്ന് വിചാരിച്ചാണ് ഗൈസ്. പക്ഷെ എനിക്ക് എന്തൊരു ക്യൂരിയോസിറ്റി. കാരണം ഈ ഒരു ഷർട്ട് ഇട്ടപ്പോൾ ഭയങ്കര ലൂസിന്റെ പാൻറ്റൊക്കെ ഊരി പോവാ. അല്ല, പാൻറ്റൊക്കെ ഊരി പോവാ. മൊത്തത്തില് എന്തോ ഭയങ്കര മാറ്റം. അപ്പൊ ഞാൻ എന്താക്കി, എൻ്റെ പഴയ കൊള്ളാത്ത ഷർട്ടൊക്കെ കൊള്ളുക, നല്ല ഫിറ്റും കാര്യങ്ങളുമായി. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് തൂക്കി നോക്കിയതാണ്. ഞാൻ 1 മാസം കഴിഞ്ഞിട്ട് തൂക്കണം വെച്ചിട്ടായിരുന്നു. തൂക്കിയപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയി, ഭയങ്കര സന്തോഷമായി. നമ്മൾ ചെയ്തതിന് റിസൾട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ ഇത്രയും ദിവസം കഠിനാധ്വാനം, കഴിക്കേണ്ട ആഗ്രഹിച്ച ഭക്ഷണം കഴിക്കാൻ പറ്റാതെയും അങ്ങനെ കുറേ ഇതെടുത്ത് എഫേർട്ട് എടുത്തിക്കണ്. ഇഷ്ടമില്ലാത്ത ഭക്ഷണം വരെ കഴിച്ചിക്കണ് ഞാൻ. മീനൊന്നും എനിക്ക് അങ്ങനെ കഴിക്കാത്ത ഒരാളാണ്. പക്ഷെ എൻ്റെ ശരീരത്തിന് അതൊക്കെ ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ കഴിച്ച് എന്താ പറയുക, ആ ഒരു റിസൾട്ട് പെട്ടെന്ന് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഒരിക്കലും പട്ടിണി കടന്നിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊന്നുമല്ല, നല്ലോണം ഫുഡ് കഴിച്ചിട്ടുള്ള ഡയറ്റാണ്. ഓക്കെ, കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഓക്കെ മക്കളെ, ഒറ്റക്കെ വരുള്ളൂ ഞാൻ കല്യാണത്തിന്. ഈ 2 കുട്ടികളും തൊള്ളിയും വിളിയും വരി. ഞാൻ അപ്പോഴും പറഞ്ഞു കുറച്ച് നേരത്തെ വരാന്ന്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കേണ്ടിയല്ലേ അല്ലേ. സമയം എത്ര മണിയാന്ന് പറയാം? 2:30 മണിയാ അല്ലേ? അല്ലെങ്കിൽ കൊടുക്ക്. അങ്ങനെ ഫുഡൊക്കെ കൊടുക്കൽ കഴിഞ്ഞു. കഴിച്ചിട്ടില്ല, അതായത് മോൾക്ക് ഫുഡ് കൊടുത്തതാണ്. സിനും കഴിച്ചിട്ടില്ല, കാരണം ബീഫ് ബിരിയാണി ബാക്കി ഉണ്ടായിരുന്നു. നമ്മൾ വന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2:30 മണിയാണ് കേട്ടോ. സാധാരണ 2:30 മണിക്കൊക്കെ കല്യാണങ്ങൾ നമ്മുടെ അവിടെ ആണെങ്കിൽ അവസാനിക്കും. അങ്ങനെ ഫൈനലി ഒരുപാട് ആൾക്കാരൊക്കെ ലാസ്റ്റാണ് ഇരുന്നിട്ടുള്ളത്. ഒരുപാട് യൂട്യൂബേഴ്സും ഈ ഒരു കല്യാണത്തിന് പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത് നമ്മളെ ഷാജഹാൻ്റെ വൈഫാണ് കേട്ടോ. ഷാജഹാൻ ഇതാ നിൽക്കണേ. ഒരുപാട് വിവാദങ്ങളിലൊക്കെ പെട്ട നമ്മളെ ഷാജഹാൻ ഇപ്പോൾ ആളൊക്കെ ഒന്ന് ഒതുങ്ങി പാവായിക്കണം കേട്ടോ. അങ്ങനെ കല്യാണത്തിന് ഫുഡ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല. ഫുഡ് വേറെ വെച്ചായിരുന്നു, പക്ഷെ നമുക്ക് ഡയറ്റ് ആവുകൊണ്ട് ഞാൻ എന്തായാലും കഴിച്ചില്ല. പിന്നെ നല്ല പാട്ടും പരിപാടിയും ഫംഗ്ഷനും മൊത്തത്തിൽ എന്തായാലും നല്ല രസമായിരുന്നു. കൂട്ടത്തിൽ പാട്ടും പരിപാടിയും, അതേമാതിരി അലേഹൻ്റെ പാട്ടും പിന്നെ എൻ്റെ പാട്ടും ജിൽഷാദിൻ്റെ പാട്ടും, അങ്ങനെ എല്ലാവരും പാട്ടൊക്കെ പാടി മൊത്തത്തിൽ എന്തായാലും കല്യാണം കളറാക്കി. വ്ളോഗർ പാത്തു എന്ന് പറഞ്ഞ കുട്ടീൻ്റെ കല്യാണമായിരുന്നു കേട്ടോ. ഇവർ നമ്മുടെ വീട്ടിലെ എല്ലാ ഫംഗ്ഷനും ഇവർ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും റിസ്ക് എടുത്ത് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം എല്ലാ ക്ഷണം സ്വീകരിച്ച് വന്നത് തന്നെയാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഒരു സമയത്ത് ഇപ്പോൾ നേരത്തെ നമുക്ക് എത്തലില്ല, കാരണം കുട്ടികളെ പമ്പേഴ്സ് മാറ്റിയെങ്ങാണ്ടും ഫുഡ് കൊടുത്തിട്ടും പാല് കൊടുത്തിട്ടും കറക്റ്റ് സമയത്തൊന്നും ഇപ്പോൾ നമുക്ക് എവിടെ എത്താൻ പറ്റാറില്ല കേട്ടോ. ആദ്യമൊക്കെ ഞാൻ കറക്റ്റ് സമയത്ത് എത്തിയായിരുന്നു. സീനു ഓൾറെഡി പറയുന്നുണ്ട് വരുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം എന്ന്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നേരമൊന്നും കല്യാണ പന്തലിൽ നിന്നില്ല. ഒന്ന് കയറി ഫോട്ടോ എടുത്തു, ഒരു പാട്ടൊക്കെ പാടി ഞങ്ങൾ നേരെ തിരിച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ്, ഇനി പോണ ആയിക്ക് നമുക്ക് അലേഹക്ക് ഗോൾഡ് എടുക്കാനുണ്ട്. റോൾഡ് ഗോൾഡ്, സ്വർണ്ണമല്ല. ഇനി നമുക്ക് അതേമാതിരി ഉമ്മാക്കൊന്ന് വിളിച്ചു നോക്കട്ടെ, എവിടെ എത്തിയെന്നൊന്ന് ചോദിച്ചു നോക്കട്ടെ. കാരണം വരുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടാവും. മറ്റേ തിരുവനന്തപുരം അല്ലേ, തിരക്കുണ്ടോ? മറ്റേ നിങ്ങള് കടന്നിട്ടാ പോയി?
മലയാളികള് അപ്പൊ ഒരു 6 മണി ആയി കഴിഞ്ഞാല് ബാഗൊക്കെ ഒരുക്കി വെച്ചോ. ആ എന്നിട്ട് അടുത്ത സ്റ്റോപ്പ് നോക്ക്. പുറത്തേക്ക് നോക്കുമ്പോ ബോർഡുകൾ കാണാട്ടോ. 6 മണിക്ക് ഒറ്റപ്പാലം എത്തൂല. 6:45 6:30 6:15 ആകുമ്പോ റെഡിയായി ഇരുന്നോളി. പിന്നെ അടുത്ത സ്റ്റോപ്പ് ഒറ്റപ്പാലാവും. ഗൈസ് അലയൊക്കെ നമ്മള് സ്വർണ്ണം എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളൊരു വിലയില്ലാത്ത പോലെ സ്വർണ്ണം എടുത്തിട്ടുണ്ടേ. ഇതല്ലേ ഓളേത് ഉണ്ടായിരുന്നേ 6.5 ഇഞ്ച്. പക്ഷെ രസമുള്ളത് ഇടുക്കി. ഇത് എടുത്താ മതി. ഇത് രസല്ലേ? ഏതൊക്കെ എടുത്തോളി അല്ലേ? അലന് വേണോ? ഭയങ്കര ടെൻഷൻ. കുട്ടിനേക്കാൾ മറവിയാണ് ഓൾക്ക്. അതുകൊണ്ട് എന്തൊക്കെയാണ് സേഫ്റ്റി അല്ലേ? രസമുണ്ടോ? നീ നല്ല നോക്കി എടുത്തു. ഇനി ഇടക്കിടക്ക് ഇങ്ങനെ വാങ്ങാം. ഫാൻ മാല എവിടെ അലേൻ്റെ മാല എവിടെ? സ്വർണം വാങ്ങി. പാദസരം വാങ്ങി. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കല്യാണത്തിന് പോയ ആൾക്കാരാണ് അല്ലേ? അലേക്ക് എന്തായാലും ഫുഡ് അവിടുന്ന് കിട്ടി. ഇനി നമുക്ക് ടീയാൻറ്റിയിൽ എത്തിയിട്ട് നമുക്ക് എന്താക്കാം, നല്ല ഷവായ കഴിക്കാൻ കഴിച്ചു പറയാം. ഇപ്പോഴാട്ടോ നമ്മൾ ഫുഡ് കഴിക്കണേ. ഒരു ഫുള്ള് ഷവായ കഴിക്കായിരുന്നു. എന്നിട്ട് മെല്ലെ നിന്നൊക്കെ എടുത്തിടുക. ഫുള്ള് ഷവായ, ചിക്കു ഷെയ്ക്ക്. അലേ എന്താ ഇവിടെ കാട്ടിയണേ? അലേഹ എന്താ ഇവിടെ കാട്ടിയണേ? ഓക്കെ, നമ്മൾ ടീയാൻറ്റീന്ന് ഷവായൊക്കെ കഴിച്ച് ഞങ്ങൾ നാട്ടിലോട്ട് പോവുകയാണ് അല്ലേ? അപ്പോൾ ഒരു കല്യാണവും അതേമാതിരി വിശേഷങ്ങളും. കല്യാണത്തിൻ്റെ അവിടെ നിന്നും കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കൽ നടന്നില്ല. കുറേ ആൾക്കാരൊക്കെ എടുത്തിരുന്നു. നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഒന്നാമത് നേരം വൈകി എത്തുകൊണ്ട് പിന്നെ ഫുഡും കിട്ടാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇതായി. പിന്നെ നമുക്ക് ഫുഡ് കിട്ടാത്തതിൽ നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. കാരണം വേറെ ഒരു ഫുഡൊക്കെ വെച്ചിനി. പക്ഷെ നമ്മൾ പോയ സമയമാണല്ലേ നല്ലോണം നേരം വൈകി. അതിനുള്ള കഴിക്കലൊക്കെ ഇപ്പോൾ കഴിച്ചിരിക്കണം. ഒന്നും വാങ്ങിക്കൊടുക്കാതിരുന്നിട്ടൊന്നുമില്ല. നല്ലോണം വാങ്ങിക്കൊടുത്തിട്ട് അല്ലേ അലേഹ? അല്ല ബീഫ് ബിരിയാണി ആയിരുന്നു അവിടെ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എല്ലാം നിർബന്ധിക്കുന്നത്. നമ്മൾ ബീഫ് ബിരിയാണി കഴിക്കൂല. ഓക്കെ, അപ്പോൾ കല്യാണം അതേമാതിരി ഗോൾഡ് എടുക്കലും പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ പോയി. ഇനി നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉമ്മാനെ കൂട്ടാൻ വേണ്ടി പോവുകയാണ്. ഉമ്മ 6:30 ആകുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് 6:30 6:45 ആകുമ്പോഴേക്കും ഒറ്റപ്പാലത്ത് ഇറങ്ങും. അപ്പം ഉമ്മാനെ കൂട്ടി നേരെ വീട്ടിലോട്ട് പോവാം. നാളെ എല്ലാവരുമുള്ള വീഡിയോസ് എടുക്കാം. പിന്നെ നനച്ചുള്ളി പണികൾ എടുക്കണം. ബാക്കി നോമ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങണം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോസിലേക്ക് സ്വാഗതം.